എം സ്വരാജ് LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി അണിനിരന്ന യുവജനങ്ങൾ, വനിതകൾ, ബാലന്മാർ ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിലുള്ള ആവേശ കാഴ്ചയാണ് നിലമ്പൂരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 22-ാം തീയതി ആരംഭിച്ച പ്രചാരണ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നിലമ്പൂരുകാരെ വിശ്വസിച്ച് LDFന് വേണ്ടി നൽകിയ വോട്ട് ഒരു വഞ്ചന, ഒരു ചതി, അതിലൂടെ നിലമ്പൂരുകാരെ ചതിച്ച ഒരു പാരമ്പര്യം, ആ നിലമ്പൂരുകാർക്ക് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യം ഇപ്പോൾ ജനങ്ങൾ ഓർക്കുന്നുണ്ട് കൃത്യമായി. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന്റെ സമന്വിതരായ നേതാക്കൾ നിലമ്പൂരിൽ വന്നു പറഞ്ഞ നുണകൾ, പെരും നുണകൾ, മഴയേക്കാൾ തോരാത്ത മഴയേക്കാൾ തീരാത്ത നുണകൾ പറഞ്ഞ UDF നേതാക്കൾ ഒന്നും പറയാനില്ലാതെ, ഒരു രാഷ്ട്രീയം പറയാനില്ലാതെ വിഷയദാരിദ്ര്യം അനുഭവപ്പെട്ട UDF നേതാക്കൾ കാട്ടിക്കൂട്ടിയത്, പറഞ്ഞത്, ഉണ്ടാക്കിയ അവിശുദ്ധ കെട്ടുകെട്ടൊക്കെ നിലമ്പൂർക്കാർ മാത്രമല്ല കേരളമടക്കം കണ്ടതാണ്. ഏതായാലും എം സ്വരാജ് എന്ന് പറയുന്ന ഒരു പേര് മാത്രമാണിപ്പോൾ നിലമ്പൂർ ടൗണിൽ നിന്ന് നമുക്ക് ഉയർന്നു കേൾക്കാൻ കഴിയുന്നത്. അവിടെ നിലമ്പൂരിൽ സ്വരാജ് നൽകുന്ന ഒരു വോട്ട് മതനിരപേക്ഷതയ്ക്ക് ഉള്ള വോട്ടാണ്, മാനവികതയ്ക്കുള്ള വോട്ടാണ്, വർഗീയതയ്ക്കെതിരെയുള്ള വോട്ടാണ്. അങ്ങനെ ചെങ്കൊടിയുടെ രാഷ്ട്രീയം, ചെങ്കൊടി ഉയർത്തിപ്പിടിക്കുന്നവർ ഉയർത്തുന്ന രാഷ്ട്രീയം, അത് മനുഷ്യന്റെ രാഷ്ട്രീയമാണ്, നല്ല മനുഷ്യന്റെ രാഷ്ട്രീയമാണ്, വർഗീയതയ്ക്കെതിരായ രാഷ്ട്രീയമാണ്. അത് തന്നെയാണ് നിലമ്പൂരിൽ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിന്റെ ആവേശമാണിപ്പോൾ നിലമ്പൂരിൽ കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. വളരെ കൃത്യമായ തരത്തിലുള്ള രാഷ്ട്രീയം തുടക്കം മുതൽ തന്നെ സ്വരാജ് പറഞ്ഞത് രാഷ്ട്രീയം മാത്രമാണ്, വ്യക്തി അധിക്ഷേപങ്ങളല്ല, കൃത്യമായ രാഷ്ട്രീയ വിമർശനങ്ങളാണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞ എം സ്വരാജ് എന്ന് പറയുന്ന ഉജ്ജ്വലനായ വാഗ്മി കേരളം കഴിഞ്ഞ 2016 ആദ്യ പിണറായി മന്ത്രിസഭയിൽ അംഗമായിരുന്ന എം സ്വരാജിന്റെ ആ ദീർഘ പ്രസംഗങ്ങൾ, ആ വിമർശനങ്ങൾ, വളരെ കൃത്യമായി തന്നെ പ്രതിപക്ഷത്തെ അടിച്ചിരുത്തിയ പ്രസംഗങ്ങൾ, വാക്കുകൾ ചാട്ടുളികളാണെന്നും വിമർശനങ്ങൾ വാൾമുന പോലെ തിളക്കമുള്ളതാണ് വിമർശനങ്ങളെന്ന് നമ്മൾ കണ്ടത് സ്വരാജിന്റെ വാക്കുകളിലൂടെയാണ്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനം, അതിന്റെ കെട്ടുറപ്പുള്ള സംഘടനാ പ്രവർത്തനം, എങ്ങനെയാണ് ഒരു സംഘടന ആകേണ്ടത്, എങ്ങനെയാണ് ഒരു സംഘടന പ്രവർത്തിക്കേണ്ടത്, ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ തരത്തിലാണ് അതിന്റെ അച്ചടക്കം കാത്തു സൂക്ഷിക്കേണ്ടതെന്ന് കാട്ടിത്തരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയും അതിന് നേതൃത്വം നൽകുന്ന LDF എന്ന് പറയുന്ന മുന്നണിയും എവിടെയും പറക്കുകയാണ്, എവിടെയും ഉയരുകയാണ് ചെങ്കൊടി. ആ ചെങ്കൊടി തണലിൽ നിരക്കുകയാണ് ആയിരങ്ങൾ യുവജനങ്ങൾ, വനിതകളൊക്കെ എം സ്വരാജിന് വേണ്ടി നിരക്കുകയാണ്. മറ്റന്നാൾ 19-ാം തീയതി നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് സ്വരാജിനായി കാത്തിരിക്കുന്നത്, സ്വരാജ് എന്തുകൊണ്ട് നിയമസഭയിലേക്ക് പോകണം എന്ന ചോദ്യത്തിന് നിലമ്പൂരുകാർക്ക് നിരവധി ഉത്തരങ്ങളുണ്ട്. അത് ഒരു ചതിക്ക് മറുപടി നൽകലാണ്, അത് ഒരു നുണപ്രചാരണത്തിനുള്ള മറുപടി നൽകലാണ്, ഒരു വർഗീയതയ്ക്ക് സന്ധി ചെയ്യുന്നവർക്കുള്ള കൃത്യമായ അടിച്ചിരുത്തലാണ്. അതൊക്കെ തന്നെയാണ് എം സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ CPM ഇടതുപക്ഷം അവിടേക്ക് നിശ്ചയിക്കുമ്പോൾ ചരിത്രം വഴിമാറുകയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞു കൊണ്ടുപോകുന്ന ഒരു എം സ്വരാജിനെയാണ് നമ്മൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. CPMന്റെ സമന്വയരായ നേതാക്കൾ, പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ നിലമ്പൂരിൽ അവിടെ എം സ്വരാജിന്റെ പ്രചാരണ പരിപാടികളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അവിടെയാണ് എങ്ങനെയാണ് 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്ന അവസരവാദ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരായ UDF, അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, അവിടെ ന്യൂനപക്ഷ വർഗീയതകൾക്ക് ഒരേപോലുള്ള വളക്കൂറുള്ള മണ്ണാക്കി നിലമ്പൂരിനെയും കേരളത്തെയും മാറ്റാൻ അക്ഷീണം പരിശ്രമിക്കുന്ന UDF എന്ന് പറയുന്ന മുന്നണി, ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, അതോടൊപ്പം തന്നെ കോൺഗ്രസിന് വഴിപ്പെട്ടു പോയ ലീഗ് എന്ന് പറയുന്ന പാർട്ടി, നിലമ്പൂരുകാരെ ചതിച്ച PV അൻവർ എന്ന് പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി, ഇവരെല്ലാം തന്നെ നിലമ്പൂരിൽ 19-ാം തീയതി മാറ്റുരയ്ക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോഴും മാറ്റത്തോടുകൂടി പത്തരമാറ്റ തിളക്കത്തോടു നിൽക്കുന്ന ഒരു പേരാണ്, അത് എം സ്വരാജിന്റേതാണെന്നാണ് അവിടെ കൂടിയ ഓരോ പ്രവർത്തകനും, ഓരോ LDFന്റെ പ്രവർത്തകനും, ഓരോ CPM പ്രവർത്തകനും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എം സ്വരാജ് LDFന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അവിടെ നിലമ്പൂർ ടൗണിൽ നടക്കുന്ന കൊട്ടിക്കലാശത്തിൽ അവിടെ പ്രവർത്തകർക്ക് ആവേശമായി അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു മഴയ്ക്കും ഒരു തോരാമഴയ്ക്കും തീർക്കുവാൻ കഴിയുന്നതല്ല ഈ ആവേശ പെരുമഴ. കൊട്ടിക്കയറുകയാണ് ഇടതുപക്ഷത്തിന്റെ ആവേശം. അവിടെ PV കുട്ടൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. കുട്ടൻ, നമുക്ക് PV കുട്ടൻ, അതോടൊപ്പം തന്നെ സമയ പ്രഭാകർ, വിനിഷ വൃന്ദാവൻ, അമൽനാഥ് പാടിച്ചാൽ, കൃപൻ ചക്രവർത്തി അടക്കമുള്ളവരാണ് അവിടെ നിന്ന് വിവരങ്ങൾ നമുക്ക്
തരി മണ്ണ് നിലത്തു പോകാനിടയില്ലാത്ത തരത്തിൽ ചെങ്കൊടിയുടെ ഒരു നിറമേളം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ മേളത്തിലാണ്, ആ മേളപ്പെരുക്കത്തിലാണ് നിലമ്പൂരിലെ യുവജനത എന്തോ കരുതി ഉറപ്പിച്ചെത്തിയ ഒരു വലിയ ആൾക്കൂട്ടം, ഒരു വലിയ ജനസഞ്ചയം, ഒരു പുരുഷാരം, ഒരേ ഒരു പേര് മാത്രം, എം സ്വരാജ്.